ഈ പത്രികയിലെ സാക്ഷിയെല്ലാം വായിച്ചത് പ്രകാരം ഞാൻ മാതാവിൻ്റെ കാശ് രൂപം ആ സ്കാനിങ്ങിൻ്റെ റൂമിൽ ഞാൻ കൊണ്ടുപോയി. അപ്പം അവൻ ഇങ്ങനെ തിരിച്ച് കിടത്തണം സ്കാൻ ചെയ്യാൻ വേണ്ടി. നമ്മുടെ കിഡ്നി നമ്മൾ പുറകിലാണ്. അപ്പോൾ ആ മാതാവിൻ്റെ കാശ് രൂപം അവൻ്റെ പുറകിലായിട്ട് ഞാൻ അങ്ങനെ പിടിച്ചു. അപ്പോൾ റേഡിയോളജിസ്റ്റ് പറഞ്ഞു ഇത്രയല്ല. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് 28 mm ആണ്. അത് കണ്ട സ്കാനിൽ വലിയൊരു ബബിൾ ബോൾ പോലെ നമുക്കത് കാണാം. അപ്പോൾ അത് കണ്ട് ഞാൻ ശീലിച്ചാലും ഞാൻ സ്കാനിൽ ഇങ്ങനെ നോക്കി, പക്ഷെ അതൊന്നും കണ്ടില്ല. അപ്പം ആ സമയത്ത് തന്നെ പിറ്റേ ദിവസം അവനെ സർജറി ചെയ്യാൻ പോകുന്ന ഡോക്ടർ തക്ക സമയത്ത് അവിടെ വന്നു. പുള്ളി പറഞ്ഞു ഇത് നാളെ അവൻ്റെ പകുതി കിഡ്നി മുറിച്ച് മാറ്റാൻ പോവാന്ന്. ഓപ്പറേഷൻ ചെയ്താലും ഇതൊരു എന്താ പറയുക, സൗഖ്യം പ്രാപിക്കില്ല എന്ന് പറഞ്ഞു. ഉള്ള പ്രവർത്തനം നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി മാത്രമാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇതുകൊണ്ട് ഒരു 5% മാത്രമേ മെച്ചമുണ്ടെങ്കിൽ മെച്ചമുണ്ടാകാം എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ സ്കാൻ അപ്പോൾ പുള്ളി പറഞ്ഞു. പക്ഷേ ഈ കൊച്ചിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഒരു ലാസ്റ്റ് സ്കാനും കൂടി ചെയ്യണമെന്ന്. അത് കാരണമാണ് ഞങ്ങളിപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ റേഡിയോളജിസ്റ്റ് പറഞ്ഞു പക്ഷേ സാർ ഒന്നുമില്ല ഈ സ്കാനിലെന്ന് പറഞ്ഞു. അന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞു ഇത് വലിയൊരു അത്ഭുതമാണ്. ഡോക്ടർ എന്ന നിലയിൽ ഡോക്ടർ ആ ഒരു ആശുപത്രിയിൽ വെച്ച ഒരു ഡോക്ടർ പറയേണ്ട കാര്യമല്ല ഒരു അത്ഭുതമാണ്. പക്ഷെ ഡോക്ടർ പറഞ്ഞു അത്ഭുതമാണ്. പിന്നെ ഞങ്ങൾ ചെന്ന് പുള്ളീനെ ക്യാബിനിൽ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കിപ്പോൾ പൂർണ്ണ വിശ്വാസമായി നമുക്ക് വേണ്ടി മുകളിൽ ഒരാൾ നമുക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നു.